ഓക്കെ, SBI ക്ലർക്കിൻ്റെ 4ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അരിത്തമാറ്റിക് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. രാധാസ് ഏജ് 4 years ago ഈസ് ട്വൈസ് ഓഫ് ഹെർ ഏജ് 10 years ago. Also, the respective ratio between Raju's percentage and Radha's percentage is 3:4. Find Raju's age 3 years hence. അപ്പോൾ കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ രാജൂസ് പെർസെൻറ്റേജ് ആൻഡ് രാജാസ് രാജു ഇപ്പോൾ രാജു രാധ അവരുടെ റേഷ്യോ 3:4 എന്നാണല്ലേ. 3:4 എന്നുണ്ട്. നമ്മൾ 3x 4x എന്ന് എടുക്കും. എന്നിട്ട് ഇതെന്താ ഏജ് 4 years ago എന്ന് പറഞ്ഞാൽ 3x - 4 എന്ന് എടുക്കും. എന്നിട്ട് അതിൻ്റെ ട്വൈസ് അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എളുപ്പം ചെയ്യാൻ വേണ്ടി ഞാനൊരു എളുപ്പ വഴി പറയാം. രാധാസ് ഏജ് 4 years ago. അപ്പോൾ 4 വർഷം മുമ്പ് ഉള്ള പ്രായം എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ഹെർ ഏജ് 10 years ago. അപ്പോൾ ഇത് 4 years ago ഉള്ളതും 10 years ago ഉള്ളതും. 4 years ago ഉള്ളത് ട്വൈസ് ഓഫ് 10 വർഷം മുമ്പുള്ള പ്രായത്തിനേക്കാളും ട്വൈസ് ആണ് 4 വർഷം മുമ്പുള്ള പ്രായം. അപ്പോൾ ഇതൊരു 1 യൂണിറ്റ്, ഇത് 2 യൂണിറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് എത്ര? 1 യൂണിറ്റ് ആണ് മാറിയത്. എത്ര വർഷം കൊണ്ട്? 6 വർഷം കൊണ്ട്. അപ്പോൾ 1 യൂണിറ്റ് 6 വർഷമാണെങ്കിൽ അപ്പം ഇവിടെ അതായത് ഈ ഒരു കേസിലെ പ്രായം എത്ര ആയിരിക്കും? 12 വയസ്സായിരിക്കും. എപ്പോഴാ? 4 വർഷം മുന്നേ. അപ്പോൾ പ്രസൻറ്റേജ് എത്ര ആയിരിക്കും? 16 വയസ്സ്. ഡയറക്റ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുന്ന 4x, ഈ 4 യൂണിറ്റ് ആണ് 16 എങ്കിൽ 1 യൂണിറ്റ് 4, ഇവിടെ ഇപ്പോൾ 12 കിട്ടും രാജുവിൻ്റെ. ഇനി ഫൈൻഡ് രാജൂസ്. ഇപ്പോൾ രാജൂസിൻ്റെ പ്രസൻറ്റേജ് ആണ് 12, ഏജ് 3 years സെൻസ് 3 വർഷം കൂടെ കഴിയുമ്പോൾ 12ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 15. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമേ 3x 4x എന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ബാക്കിലോട്ട് പോയിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ's ഇൻകം ഈസ് 75% ഓഫ് b's ഇൻകം and A's expenditure is 60% of B's expenditure. If A's income is 80% of B's expenditure, then find the ratio of A's savings to B's savings. എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ ഇൻകം, എ ഉണ്ട്, ബി ഉണ്ട്. ഇൻകം എന്ന് പറഞ്ഞാൽ 75% ഓഫ് ബിയുടെ ഇൻകം ആണ്. അപ്പോൾ ബിക്ക് 100 ആണെങ്കിൽ എക്ക് 75 ആയിരിക്കും. ഇനി എയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, എയുടെ എക്സ്പെൻഡിച്ചർ 60% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം നമുക്ക് ഇവിടെ ബിയുടെ എക്സ്പെൻഡിച്ചർ കറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ's ഇൻകം ഈസ് 80%, ഇഫ് എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 80% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ബിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ 80% ആണിത്. അതായത് ഇവിടുത്തെ ഏതോ ഒരു വാല്യൂ ഉണ്ട്, എക്സിൻ്റെ 80% എന്ന് പറഞ്ഞാൽ എന്താ? 80% നമ്മൾ എങ്ങനെ എഴുതുന്നത്? 4/5 എന്നല്ലേ? എക്സിൻ്റെ 4/5 ആണ് 75 എങ്കിൽ എക്സ് എത്ര ആയിരിക്കും അവിടെ? 75 × 5 എത്ര വരും? 70 × 5 350, 375/4 വരും. പോയിന്റ് ഉള്ള വാല്യൂ വരുന്നത്. അപ്പം നമുക്കെങ്കിലും ആദ്യം ഈ അസംഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും. അപ്പം നമുക്ക് ഇതിന് പകരം ഏതായിരിക്കും ബെറ്റർ? എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 80%, ബിയുടെ എക്സ്പെൻഡിച്ചർ 100 കരുതുക. അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻകം 80 വരും അല്ലേ? 80% ബീസ് എക്സ്പെൻഡിച്ചർ. ഇനി എ's ഇൻകം ഈസ് 75% ഓഫ് ബീസ് ഇൻകം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 എന്ന് പറഞ്ഞത് ബിയുടെ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്? 75, 3/4 ആണ്. അപ്പോൾ എക്സ് എത്ര വരും? 320/3. അതെന്തായാലും ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. 320/3 വരും. അതങ്ങനെ കിടക്കട്ടെ. പിന്നെ എ's ഇൻകം ഈസ് 80%, അത് എഴുതി. എ's എക്സ്പെൻഡിച്ചർ ഈസ് 60% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ. 60% ഓഫ് ബിയുടെ എക്സ്പെൻഡിച്ചറിന് ഓക്കെ 60. ഇപ്പോൾ 80 നിന്ന് 60 പോയി കഴിഞ്ഞാൽ ബാക്കി 20 ആയിരിക്കും സേവിങ്സ്. ഇത് 320/3 നിന്നും 100 കുറയ്ക്കുക. 320/3 നിന്നും 100 കുറച്ച് കഴിഞ്ഞാൽ 320 - 300 ഇപ്പം 20/3 വരും. ഇനി എന്തിൻ്റെ റേഷ്യോ വേണ്ടത്?
എ സേവിങ്സ് ടു ബി സേവിങ്സ്. എയുടെ സേവിങ്സ് 20, 20ഉം 20/3ൻ്റെയും കൂടെ റേഷ്യോ എന്ത് വരും? ഇത് മോളിൽ പോകുമ്പോൾ 20 ഗുണം 3/20 എന്നാവും. സോ 3:1. 3:1 ആയിരിക്കും റേഷ്യോ. ഓക്കെ, അപ്പോൾ ആ അസംഷൻ കറക്റ്റായിട്ട് ചെയ്യണം. ഞാൻ ആദ്യം എടുത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ വരും. അപ്പോൾ അസംഷൻ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. Third question, population of a city exceeds 1,60,000. In the next 3 years, there is a total increase of 8% in male population and increase of 20% in female population, which results in the male to female ratio as 3:2. Okay, find the original male. Okay, നമുക്ക് അറിയത്തില്ല. ടോട്ടൽ 1,60,000 ആണ്. അതിൽ മെയിലും ഫീമെയിലും ഉണ്ട്. പക്ഷേ മെയിലും ഫീമെയിലും അറിയത്തില്ല. അപ്പോൾ മെയിൽ 8%, ഫീമെയിൽ 20% വർദ്ധിക്കുമെന്ന് പറയാം. അപ്പം മെയിൽ ആദ്യമേ എമ്മും, മെയിലിൻ്റെ അത് എമ്മും ഫീമെയിൽ എഫും ആണെന്ന് കരുതുക. മെയിൽ 8% വർദ്ധിക്കുകയാണ്. അപ്പോൾ ആദ്യം മെയിൽ എം ആയിരുന്നു, അതിൻ്റെ 8% എന്ന് പറഞ്ഞാൽ എത്ര വരും? 8% എത്ര? 0.8 ആണ്. അതായത് 8/100. ഇപ്പോൾ 8/100 എന്ന് ചെയ്യുമ്പോൾ 8% 0.08 ആണ്. അപ്പോൾ 1.08 എം ആവും. ഡിവൈഡ് ബൈ ഫീമെയിലോ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ആണല്ലോ. അതായത് 20/100 എന്ന് പറയുമ്പോൾ 0.2. അപ്പോൾ 1.2 ഫീമെയിൽ. ഇതിലെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് 3/2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി മുകളിലും താഴെയും 100 കൊണ്ട് ഗുണിക്കാം. 108/120 F = 3/2. ഇനി 3 വെച്ച് ക്യാൻസൽ ചെയ്തേ. ഇവിടെ 36 അല്ലേ 108 ക്യാൻസൽ. ഇവിടെ ചെയ്യുമ്പോൾ പകുതി എടുത്താൽ 60. ഇവിടെ 12 കൊണ്ട് ഡയറക്റ്റ് 12/5. ഇവിടെ 3. അപ്പോൾ 3/5 എന്നായിരുന്നു. അപ്പോൾ റേഷ്യോ ആക്കുമ്പോൾ എന്ത് വരും? മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. അപ്പോൾ 5 മുകളിൽ പോവും, 3 താഴെ വരും. ഇതാണ് മെയിൽ ഫീമെയിൽ റേഷ്യോ. അപ്പോൾ ടോട്ടൽ 1,60,000 5:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്ത്, അതായത് 8 യൂണിറ്റ് ആണ് 1,60,000 എങ്കിൽ 8 യൂണിറ്റ് ആണ് ഇത്. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 20,000 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 20,000 × 5 1,00,000 ബാക്കി 20,000 × 3 60,000. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രാക്ഷനായിട്ട് എടുക്കാം. ഫ്രാക്ഷനായിട്ട് എടുത്ത് കട്ട് ചെയ്തിട്ടായാലും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. Question 4. Okay, the price of a product after getting 10% discount is ₹9,450, which includes 5% tax on selling price. Find the marked price of the product. The price of a product after getting 10% discount. നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്രയാണ്? 5% ടാക്സ് ഉണ്ട് എന്ന് വെച്ചാൽ 105% വിലയാണ് 9,450 എന്നുള്ളത്. ഇതിൽ നമുക്ക് 100% കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ക്യാൻസൽ ചെയ്തേ. 9 കൊണ്ട് ഗുണിക്കുമ്പം കറക്റ്റ് ഇത് കിട്ടത്തില്ലേ? അപ്പോൾ അത് 1% ഇതാണെങ്കിൽ 100% എത്രയായിരിക്കും? ഇതിനൊരു 2 പൂജ്യം കൊടുത്താൽ മതി. ഇതാണ് ഇനി ഇത്, അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള. അപ്പം 10% ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞിട്ടാണ് ഇത്. അതായത് 10% ഡിസ്കൗണ്ട് കഴിയുമ്പോൾ 90% വിലയാണ് ഈ 9,000 എന്ന് പറയുന്നത്. എങ്കിൽ 100% വില എത്രയായിരിക്കും? 10,000 ആയിരിക്കും. ഓക്കെ, ഡിസ്കൗണ്ടിന് മുതൽ അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. 10,000 ഇതായിരിക്കും. അതായത് 10,000 രൂപയുടെ സാധനമാണ്, 10% ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞ് 10,000, ഇവിടെ 9,000. ആ 9,000 രൂപയ്ക്ക് 5% ടാക്സ് ഉള്ള ചേർത്താണ് 9,450 വിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. Question 5. A man can row 12 km/h in still water and it takes him 90 minutes to reach a place and return. If the speed of the current is 4 km/h, then how far is the place? Okay, a man can row 12 km/h. Speed of current പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12/4 അത് ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? 16. അപ് സ്ട്രീം സ്പീഡോ 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:1 വരുമല്ലോ. ഇത് സ്പീഡിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ആണ്, ടൈമിൻ്റെ റേഷ്യോ 1:2 ആയിരിക്കുമല്ലോ. ഇൻവേഴ്സ് എടുക്കുക. ഇപ്പോൾ ടോട്ടൽ 3 യൂണിറ്റ് കിട്ടും. 3 യൂണിറ്റിന് വരെ 90 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ 30 മിനിറ്റ് വരും, ഇവിടെ ആണെങ്കിൽ 60 മിനിറ്റ് വരും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ആണെങ്കിൽ 16 ഗുണം 30 മിനിറ്റ് അല്ലെങ്കിൽ 8 ഗുണം 60 മിനിറ്റ് എന്ന് വെച്ചാൽ 8 ഗുണം 60 മിനിറ്റ് എന്ന് വെച്ചാൽ 60 മിനിറ്റ് 1 അവർ. അപ്പോൾ 8 കിലോമീറ്റർ അവിടെ കിട്ടും, ഇവിടുന്ന് ചെയ്താലും 8 കിലോമീറ്റർ കിട്ടും. സോ 8 കിലോമീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ്. ഇവിടെ 16 ഗുണം 30 മിനിറ്റ് ആണ്. അപ്പോൾ 16 ഗുണം 1/2 ആണ്. അതായത് സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളത്. സ്പീഡ് ഓക്കെ. അപ്പോൾ സ്പീഡ് 16 ഇൻറ്റു ടൈം, കറക്റ്റ് ടൈം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ യൂണിറ്റ് എടുത്തത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. 2 men A and B are 60 km apart and walking towards each other with the speed of 10 km per hour and 5 km per hour respectively, and a dog is running with the speed of 12 km per hour from man to A towards man B and then again towards man A and so on. Okay, until A meets B. Find the പറഞ്ഞിരിക്കുന്നത് A B രണ്ടാൾക്കാരുണ്ട്, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആണ് അല്ലേ. അവിടെ രണ്ടുപേരും ഇങ്ങോട്ട്, അതായത് A ഇങ്ങോട്ട് നടക്കുവാണ്, B ഇങ്ങോട്ട് നടക്കുവാണ്, ടുവേർഡ്സ് ഈച്ച് അതർ വരുവാണ്. ഇതിൻ്റെ സ്പീഡ് ഇയാളുടെ എയുടെ ആണ് 10ഉം ബിയുടെ 5ഉം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ഡോഗ് വിത്ത് എ സ്പീഡ് ഓഫ് 12 കിലോമീറ്റർ ഫ്രം മാൻ. അപ്പോൾ ഒരു ഡോഗ് എയിൽ നിന്ന് ബിയിലോട്ട് 12 കിലോമീറ്റർ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓടിക്കൊണ്ടിരിക്കുക. എ ആൻഡ് സോ ഓൺ അണ്ടിൽ ഹേ മീറ്റ്സ്. അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നവരെ ഫൈൻ ദ ഡിസ്. അപ്പോൾ ഡോഗ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ നമുക്കറിയാം രണ്ടുപേര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവർ ടോട്ടൽ എത്ര കവർ ചെയ്യണം. മീറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ 60 കിലോമീറ്റർ കവർ ചെയ്യണമല്ലോ. ഡിവൈഡ് ബൈ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കണം. റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 15. 60/15. അപ്പോൾ 4 മണിക്കൂറായിരിക്കും. 4 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പട്ടി എന്താ 4 മണിക്കൂർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അപ്പോൾ 12 കിലോമീറ്റർ പെർ അവറിൽ 4 മണിക്കൂർ എത്ര ദൂരം പോകും? 12 ഗുണം 4 48 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യൻ. A takes 3 times as long as B and C together takes to do a work. B takes 4 times as long as A and C together to do the same work. If all the 3 working together can complete the same work in 24 days, then A alone can complete the work in how many days? Okay. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ A takes 3 time. അപ്പോൾ A 3 times B and C together. ഇപ്പോൾ ഇവർ ടൈമിൻ്റെ റേഷ്യോ പറയാം. ടൈമിൻ്റെ റേഷ്യോ A takes 3 times, ഇതിനേക്കാളും 3 times ഉണ്ട്. ടൈമിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? എഫിഷ്യൻസിയുടെ റേഷ്യോ ഇൻവേഴ്സ് ആയിരിക്കുള്ളത്. നമുക്കറിയാമല്ലോ ടൈം എഫിഷ്യൻസിയാണ്. ഇനി അടുത്ത കേസിൽ എന്തോ പറയുന്നത് ഏതായിരുന്നു? B takes as many as 4 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് A and C together. ഓക്കെ. അപ്പോൾ 4 times. അപ്പോൾ ഇവിടെയും തിരിച്ചിടുമ്പോൾ 1 4 എന്ന് വരും എഫിഷ്യൻസി. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ടോട്ടൽ എഫിഷ്യൻസി 4 യൂണിറ്റും ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി 5 യൂണിറ്റും. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പാടായിരിക്കും. നിങ്ങൾക്ക് ഓരോ നമ്പർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ 1 3 2 6 അങ്ങനെ പല നമ്പർ ഇട്ട് കൊടുക്കണം. അതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതിൻ്റെ രണ്ടിൻ്റെ LCM 20 എന്നുള്ളത് 20 ആണല്ലോ LCM. അത് ടോട്ടൽ എഫിഷ്യൻസി ആയിട്ടങ്ങ് എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ 4നെ 20 ആക്കണ 5 കൊണ്ടല്ലേ ഗുണിക്കണ്ടേ. അപ്പോൾ ഇവരെ എല്ലാവരും 5 കൊണ്ട് ഗുണി. അപ്പോൾ 5ഉം 15ഉം കിട്ടും, എയുടെയും B + സിയുടെയും. ഇനി ഈ 5നെ 4 കൊണ്ടല്ലേ ഗുണിക്കുമ്പോഴല്ലേ 20 ആവുന്നത്. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഗുണി, 4ഉം 16. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. അതായത് എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 4 ആണ് കിട്ടുന്നത്. നിങ്ങൾ കൊടുത്ത എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ഇവിടെ നമുക്ക് 4ലൂടെ എത്ര കൂട്ടിയാലാണ് 15 ആവുന്നത്? 11. അപ്പോൾ സിയുടെ എഫിഷ്യൻസി 11 കിട്ടത്തില്ലേ? അത് തന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുത്തു നോക്കെ. ഇവിടെ 11 5 കൂടെ കൂട്ടി ഇവിടെ 16 വരുന്നില്ലേ? അപ്പോൾ എല്ലാം സെറ്റാ. ഒന്ന് ഇട്ട് കൊടുത്തു നോക്കിയാൽ മതി. എയുടെ എഫിഷ്യൻസി 5, ബിയുടെയും സിയുടെയും എഫിഷ്യൻസി 15, ബിയുടെ എഫിഷ്യൻസി 4, എയുടെയും സിയുടെയും എഫിഷ്യൻസി 16. ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി അതൊന്ന് നോക്കി പഠിച്ചോണം. LCM എടുത്തിട്ട് അത് ടോട്ടൽ എഫിഷ്യൻസി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. ഇനി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്ര? 5, ബിയുടെ 4 9, 9ൻ്റെ കൂടെ സിയുടെ എത്ര ആയിരിക്കും എന്നാ പറഞ്ഞത്? 11. അതായത് എ ബി സി എത്ര കിട്ടുന്നത്? 5 4 11. ടോട്ടൽ കൂട്ട് 11 4 15 5 20. അത് ടോട്ടൽ നമ്മൾ 20 എഫിഷ്യൻസി എന്നാണ് എടുത്തിരിക്കുന്നത്.
ഓക്കെ. ഇനി ഇവർ എല്ലാവരും ചെയ്യുമ്പോൾ ഈ വർക്ക് 24 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 20 എഫിഷ്യൻസിയിൽ 24 ദിവസം കൊണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവർ ഇത്രയും ടോട്ടൽ വർക്ക് ചെയ്യണം. ഇതാണ് അപ്പോൾ ടോട്ടൽ വർക്ക്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ എ മാത്രം കൊണ്ട് ചെയ്യിപ്പിക്കണം. എയുടെ മാത്രം എഫിഷ്യൻസി എത്ര? 5. അപ്പോൾ ഡിവൈഡ് ബൈ 5, 24 ഗുണം 4 96 അല്ലേ? 80 96. ഓക്കെ, 96 വരും. അപ്പോൾ ഈ മെത്തേഡ് ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. 8. A container carrying wine and water solution in the ratio 7:5. അത് കഴിഞ്ഞിട്ടാണ് 58 liter of water has been added to the dilute solution furthermore and ratio of the wine and water has been reversed. Find the original volume of the solution. Wine, water എത്രയായിരുന്നു? 7:5. ഇനി 58 liters of water ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ റേഷ്യോ റിവേഴ്സ് ആയിരുന്നു. റേഷ്യോ റിവേഴ്സ് ആയി, അതായത് 5:7 ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് എക്സിറ്റ് ഇടാതെ ചെയ്യുന്ന ഒരു മെത്തേഡ്. അതായത് അക്കോർഡിംഗ് ടു ഈ റേഷ്യോയുടെ കൺസെപ്റ്റ് വെച്ചിട്ടേ, ഇപ്പം ഈ വൈന് മാറ്റമൊന്നും വരരുതല്ലോ. കാര്യം വൈൻ ആഡ് ചെയ്തില്ലല്ലോ, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ടറിൻ്റെ ഭാഗം എന്തായാലും ഒരു ചേഞ്ച് വരും. പക്ഷെ വൈൻ ചേഞ്ച് ചെയ്യരുത്. പക്ഷേ ഇവിടെ വൈനിൻ്റെ ചേഞ്ച് ഉണ്ട്. അപ്പം ആദ്യം വൈനിൻ്റെ പോർഷൻ ഈക്വൽ ആക്കണം. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഇപ്പം ഇതിനെ ഈ 5 കൊണ്ട് ഗുണിക്കാനും ഇതിനെ 7 കൊണ്ട് ഗുണിക്കാനുമാണ് പെട്ടെന്ന് പറ്റുന്നത്. അതായത് LCM ആക്കുക. അപ്പോൾ ഇവിടെ 35:25 എന്നും ഇവിടെ 35:7 49 എന്നും വരും. ഓക്കെ ആണേ. ഇപ്പം ഇവർ തമ്മിൽ സെയിം ആയില്ല. ഇനി നമ്മൾ ഈ റേഷ്യോ എടുക്കരുത്. ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എത്ര യൂണിറ്റാണ് മാറി? 24 യൂണിറ്റ് ആണ് മാറിയത്. ഇല്ല, 25 49 ആണ്. 24 യൂണിറ്റ് ആണ് 58. നമുക്കിനി ആരെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അവരെ മാത്രം കോൺസെൻട്രേറ്റ്. ഫൈൻഡ് ദ ഒറിജിനൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ വോളിയം എത്ര? 60 യൂണിറ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 24 യൂണിറ്റ് 58 ആണെങ്കിൽ അതിൽ നിന്ന് വേണേൽ 12 യൂണിറ്റ് കണ്ടുപിടിക്കാം. 12 യൂണിറ്റ് പകുതി എടുത്താൽ മതി, 29 വരുമല്ലോ. ആ 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 60 ആകത്തില്ല. അപ്പോൾ 29 ഗുണം 5 ആയിരിക്കും ആൻസർ. 30 ഗുണം 5 എത്ര? 150. അപ്പോൾ 29 ഗുണം 5 എത്ര ആയിരിക്കും? 5 കുറ 145 വരും. ഓക്കെ, ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഇത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. 7x 5x അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതും കറക്റ്റ് തന്നെയാണ്. എക്സിറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പാടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചിലപ്പോൾ എക്സിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. മെയിൻസ് ലെവലിലോ അല്ലെങ്കിൽ ചിലപ്പോൾ PO ലെവലിലോ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് എക്സിറ്റ് ചെയ്യുന്ന അറിഞ്ഞിരിക്കണം. ഇത് ഇങ്ങനെ ഒരിടത്തൊക്കെ വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലായിടത്തും ചെയ്ത് തെറ്റിക്കരുത്. 9. A pyramid with a square base of side 3 cm and height 7 cm carved out of a rectangular block of wood 7 cm into 3 cm into 3 cm. Okay. Find the percentage wood wasted. അപ്പോൾ എന്താ? അപ്പോൾ ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. എത്രയാ? 21 63 സെൻറ്റിമീറ്റർ ക്യൂബ്. അല്ല, യൂണിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി ഇത് വെച്ച് ഇതിൽ നിന്ന് കാർവ് ചെയ്ത് നമ്മളൊരു പിരമിഡ് ഉണ്ടാക്കാൻ പോകും. ആ പിരമിഡിൻ്റെ വോളിയം, അതായത് V1 എന്ന് V2 കൊടുക്കും, 2 പേരുണ്ടല്ലോ. പിരമിഡിൻ്റെ വോളിയം നമുക്ക് നോക്കാം. പിരമിഡിൻ്റെ വോളിയം ബേസ്. അപ്പോൾ എങ്ങനെയാണ് പിരമിഡിൻ്റെ വോളിയം? 1/3 ഇൻറ്റു ബേസിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. 1/3 വരും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. അത് ഏതിൽ അപ്ലൈ ആകുന്നതല്ല. അപ്പോൾ 21 വരും. അപ്പോൾ 63 വോളിയം ഉള്ളതിൽ നിന്ന് 21 വോളിയമായിട്ട് കുറഞ്ഞു. അപ്പോൾ എത്രയാണ് കുറവ്? 42. എത്രയിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്? 63 നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു 100 ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ 21 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2 പ്രാവശ്യം 21 3 2/3 എത്ര? 66 പോയിന്റ്, അതായത് 66 ആൻഡ് 2/3%. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. എത്രയാണ് ആ ചേഞ്ച് എന്ന് കണ്ടുപിടിക്കുക. ഏതിൽ നിന്നാണ്? ഇതിൽ നിന്നാണ് കുറഞ്ഞത്. അപ്പോൾ എത്ര വേസ്റ്റഡ് ആയിട്ടെന്ന് കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ബൈ 63 ആയിരിക്കണമെന്ന് ഓർക്കുക. 10. പോപ്പുലേഷൻ ഓഫ് 2 cities A and B is in the ratio 5:6. If 40% and 66 whole by and 2/3% of population of city A and city B respectively is literate and the difference between the number of illiterate people of the city is 600. Okay, then find the total population. അപ്പോൾ എന്താ പറയുന്നത്? എയുടെയും ബിയുടെയും റേഷ്യോ ഉണ്ട് 5:6.
അതിൽ 40%, 66 ആൻഡ് 2/3% എന്താണ്? ലിറ്ററേറ്റ് ആണ്. നമുക്ക് വേണ്ട ഇല്ലിറ്ററേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ലിറ്ററേറ്റ് വേണ്ട, ഇല്ലിറ്ററേറ്റ് നോക്കിയാൽ മതി. അപ്പൊ 60% ആയിരിക്കും ഇല്ലിറ്ററേറ്റ്. ഇപ്പൊ ഇവിടെ ശതമാനം കണ്ടുപിടിക്കുക 5ന്റെ ആയതുകൊണ്ട് പാടായിരിക്കും. നിങ്ങൾക്ക് ഏത് കോമൺ മൾട്ടിപ്പിളും എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 എടുക്കാം, 5000 എടുക്കാം, അല്ലെ 100 അങ്ങനെ എടുക്കാം. ഞാൻ ചുമ്മാ 2 പൂജ്യങ്ങളും എടുത്ത് 500, 600 അസ്യൂം ചെയ്യാണ്. 500ന്റെ 60% എത്ര വരും? 60% എന്ന് പറഞ്ഞാൽ പെർസെന്റൂടെ 2 0 ക്യാൻസൽ ചെയ്ത് 6 300 വരുമല്ലോ. ഇനി ഇവിടെ 66 ആൻഡ് 2/3% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര? 2/3 അത്. ബാക്കി ഇനി എത്ര ഉണ്ട്? 1/3 ഉണ്ട്. ഇതിന്റെ 1/3 എത്ര വരും? 200 വരും. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 100 അല്ലയോ? 100ന് പകരം എത്രയാണ്? 600 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലിറ്ററേറ്റിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 600. 100ന് പകരം 600 ആണെങ്കിൽ 100ന് എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ സിറ്റിയെ. അപ്പൊ ഈ 500നെ 600 കൊണ്ട് കൂടി 6×5 30 കഴിഞ്ഞിട്ട് 600 കൊണ്ട് ഗുണിക്കുക. 500നെ 6 കൊണ്ട് ഗുണി. 6×5 30 കഴിഞ്ഞിട്ട് 2 0, അതായത് 30 കഴിഞ്ഞ് 2 0. ഓക്കെ, 500നെ 6 കൊണ്ടാണ് ഗുണിക്കണ്ടേ. മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ. അടുത്ത 2 boats A and B 150 km apart rowing towards each other and boat A is rowing in downstream. The speed of boat A in still water is 60 km/h and they meet in 5 hours. Then find the speed of the boat B in still water. എന്ത് പറഞ്ഞ? 2 ബോട്ട് ഉണ്ട്, എയും ബിയും. 150 കിലോമീറ്റർ എപ്പാർട്ട് ദൂരത്തിലാണ്. 2 ടുവേർഡ്സ് ഈച്ച് അതർ വരികയാണ്. ഓക്കെ, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് മൊത്തം 150 കിലോമീറ്റർ ഉണ്ട് വരികയാണ്. ഓക്കെ, ഒന്ന് ഡൗൺ സ്ട്രീമിലാണ്. എ ആണ് ഡൗൺ സ്ട്രീമിലാണ്, ബി ആൾ അപ്പ് സ്ട്രീം ആയിരിക്കും. ഓക്കെ, രണ്ടും ഇങ്ങനെ വരുവാണല്ലോ. ഈ സ്പീഡ് ഓഫ് ബോട്ട് എ ഇൻ സ്റ്റിൽ വാട്ടർ, ബോട്ട് എയുടെ സ്റ്റിൽ വാട്ടർ സ്പീഡ് മാത്രമേ പറഞ്ഞോളൂ. അവർ മീറ്റ് ചെയ്യുന്നത് 5 മണിക്കൂർ. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബോട്ട് ബി ഇൻ സ്റ്റിൽ വാട്ടർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ സ്റ്റിൽ വാട്ടർ സ്പീഡ് മാത്രം മതിയോ? നമുക്ക് ഡൗൺ സ്ട്രീം അപ് സ്ട്രീം എടുക്കണ്ടേ? ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ആ സ്ട്രീമിന്റെ കൂടെ ആഡ് ആവുന്നതല്ലേ. ഇവിടെ അപ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ സ്പീഡിൽ നിന്നും ആ സ്ട്രീമിന്റെ സ്പീഡ് തന്നെ കുറയുന്നതല്ലേ. 2 ബോട്ടിന്റെ സ്പീഡ് മാറാം, പക്ഷെ സ്ട്രീമിന്റെ സ്പീഡ് മാറുമോ? ഇല്ല. അപ്പൊ രണ്ടിടത്ത് ഇവിടെ കോമൺ ആയിട്ടുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 150 കിലോമീറ്റർ ദൂരവും ഇവർ 5 മണിക്കൂർ കൊണ്ട് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 150/5 30 km/h ആണ് ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് കണ്ടുപിടിക്കാം. ആണോ അല്ലയോ? 150/5 30. അപ്പൊ നിങ്ങൾ കഴിച്ചാൽ സാർ ഇവിടെ ഇപ്പൊ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം അല്ലേ എടുക്കണ്ടേ? അപ്പൊ ഇതിൽ നിന്നൊരു സ്ട്രീമിന്റെ സ്പീഡ് കൂട്ടണ്ടേ, ഇവിടുന്ന് സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കണ്ടേ? ഇപ്പൊ രണ്ടും ഇവിടുന്ന് ഒരു സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കുന്നു, അല്ല കൂട്ടുന്നു, ഇവിടെ കുറയ്ക്കുന്നു. രണ്ടും എഫക്റ്റീവ് അല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഈ 2 ബോട്ടിന്റെയും സ്പീഡിന്റെ സമ്മ്. ഓപ്പോസിറ്റ് വരില്ല. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ബാക്കി 14 ആയിരിക്കും. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പൊ അവരുടെ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും ഇത്. 16 14 മാത്രം എടുത്താൽ മതി. ബാക്കി അവിടെ സ്ട്രീം എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ അവിടെ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡോ കൂട്ടുന്നതാണ് ഇത് ഡൗൺ സ്ട്രീം. ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡോ കുറയ്ക്കുന്നതാണ് ഇത്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ. ഈ ബോട്ടിന്റെ സ്പീഡ് മാത്രം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ ആണോ? സോ 14 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സീരീസ് എന്നാണ്. അതും മിസ്സിംഗ് നമ്പർ അല്ല, റോങ് നമ്പറാണ്. അപ്പോൾ കുറച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, പ്രശ്നമാണ്. നമുക്ക് ചെയ്തു നോക്കാം. ഇതെല്ലാം ചെറിയ രീതിയിലുള്ള മാറ്റം. അപ്പം നമുക്ക് ഡിഫറൻസ് തരാം. 458ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 490 ആവുന്നത്? പെട്ടെന്ന് പറയാം. 58ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 60, പിന്നെ ഒരു 30, അപ്പോൾ 32 എഫക്റ്റീവായിട്ട്. ഇനി 490നെ 500 ആക്കണേ 10 കൂട്ടണം, പിന്നെ ഒരു 37, അപ്പോൾ എഫക്റ്റീവായിട്ട് 47. ഇനി ഇവിടെ 37 95 ആക്കണമെങ്കിൽ 37ൻ്റെ 8 കൂട്ടിയാൽ 45, 40, പിന്നെ ഒരു 50, അപ്പോൾ 58. ഇനി 95 595 666 ആക്കണം, 5 കൂടെ കൂട്ടിയാൽ 600, പിന്നെ ഒരു 66, 66 5 71. ഇനി 34 കൂട്ടിയാൽ 700 ആവും, പിന്നെ 54 54 എത്രയാണ്? 88. ഓക്കെ, ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഒന്നുകൂടെ ഡിഫറൻസ് എടുത്ത് നോക്കാം, വേറെ വഴിയില്ലല്ലോ. ഇവിടെ എത്രയാണ്? 32 47 15 കൂടി അല്ലേ? ആണല്ലോ. ഇവിടെ 11 കൂടി, ഇവിടെ 17 കൂടി, ഇവിടെ
സോറി ഇവിടെ 17 അല്ലല്ലോ, 13 സോറി, 13 കൂടി ഇവിടെ 17. ഓക്കെ, ഇപ്പൊ സെറ്റായി. 11, 13, 17 പ്രൈം നമ്പേഴ്സ്. അങ്ങനെ ആയിരുന്നു. ഇവിടെ ഏത് പ്രൈം നമ്പർ വരണമായിരുന്നു? പിന്നെ 9 അല്ല, 7 വരണമായിരുന്നു. 7 ആണെങ്കിൽ 47 7 കുറഞ്ഞ് ഇവിടെ 40 ആയിരുന്നു വരേണ്ടത്. അതായത് ഇതിൽ നിന്ന് 40 കുറഞ്ഞ ഇവിടെ 450 ആയിരുന്നു. 450 ആയിരുന്ന കറക്റ്റ് ആണ്. 450 40 കൂട്ടി 490, ബാക്കി എല്ലാം സെറ്റായാണ്. അപ്പം 458 നമ്മുടെ റോങ് നമ്പർ. അവിടെ 450 ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. നോട്ട് ചെയ്യുക. ഇവിടെയും ചെറിയ രീതിയിലാണോ മാറ്റം? ഓക്കെ, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 13 ഇവിടെ 33നെ 8 കൂട്ടിയ 41 ആവും. പിന്നെ ഒരു 30 കൂടെ കുഴപ്പം 38. ഇവിടെ 29 കൂട്ടിയ 200 ആയി. വീണ്ടും ഒരു 22. 29 22 കൂടെ കൂട്ടിയ എത്ര? 51. ഇത് 22ന്റെ കൂടെ 90 ആക്കണമെങ്കിൽ 20 ആയിരം 90 ആക്കണേ 70 അല്ലേ കൂട്ടണ്ട. ഇവിടെ 70 അല്ല, അപ്പൊ 68 ആണ്. ഇവിടെ നോക്കിയേ, 10 കൂടെ കൂട്ടുമ്പോൾ 300 ആവും. 75 10 85. ഓക്കെ, എനിക്ക് പാറ്റേൺ കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നോക്ക്, 17ന്റെ മൾട്ടിപ്പിൾസാ. 17 ഗുണം 3, 17 ഗുണം 4, 17 ഗുണം 5. അതാ പറഞ്ഞ ടേബിൾസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വേണം, അല്ലെങ്കിൽ പാടാണല്ല. അപ്പൊ ഇവിടെ രണ്ടിടും 17ന്റെ മൾട്ടിപ്പിൾസ് ആയ 17ന്റെ മൾട്ടിപ്പിൾ 17 34 ആയിരുന്നു വരേണ്ടിരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റെങ്കിൽ ഇതിന്റെ നടുക്കുള്ള ഇയാളാണ് തെറ്റ്. 131 തെറ്റ് മാർക്ക് ചെയ്യുന്നു. കിട്ടി. നമുക്കിനി കൺഫേം ചെയ്യണം. എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ 14 34 ആയിരുന്നെങ്കിൽ 171 നിന്ന് 34 കുറച്ചേ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും വരേണ്ടത്? 34 കുറച്ച് 30 കുറച്ചാൽ 171 നിന്ന് 30 കുറച്ചാൽ എത്ര? 141. പിന്നെ 4 137 ആയിരുന്നു ഇവിടെ വരേണ്ടത് ഇല്ലേ? 120ന്റെ കൂടെ 17 കൂട്ടുമ്പോഴല്ലേ 137. സെറ്റ് ആയില്ലേ? അത് കൺഫേം ചെയ്യാൻ വേണ്ടി മതി, അല്ലാതെ നമുക്ക് ആൻസർ കിട്ടി. ഇവർ രണ്ടൊരു തെറ്റാണ്, അതിന്റെ നടുക്കുള്ള ആളായിരിക്കും തെറ്റ്. 17 34 62. ഇവിടെയും നമുക്ക് ഡിഫറൻസ് എടുക്കാം, വേറെ വഴിയില്ല. ഇവിടെ 17 കൂടുന്നു. ഇവിടെ 34 8 42. അപ്പൊ 28. അപ്പൊ ഇവിടെ 27. ഇവിടെ 89 11 കൂടെ കൂട്ടിയാൽ 100 ആവും. 11 19 30. ഇവിടെ 19ന്റെ കൂടെ 3 കൂടെ കൂട്ടി 22 ആവും. ഇപ്പം 33. ഓക്കെ, ഇവിടെ ഇപ്പം 36. ഓക്കെ ഓക്കെ, ഇതിലൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. 27 30 30 36. ഡബിൾ ഡിഫറൻസ് ഒന്നും എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? 24 21 അല്ലേ? 21 24 27. ഓക്കെ, ഇത് രണ്ടുമാണ് തെറ്റെങ്കിൽ ഓൾറെഡി നമുക്ക് കിട്ടി. എന്താ? 34 റോങ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കൺഫേം ചെയ്യണം. നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ 17 കൊണ്ട് 21 കൂട്ടിയാൽ 38. 38 കൊണ്ട് 24 കൂട്ടിയാൽ 62 വരും. ഓക്കെ, സെറ്റാണല്ലോ. 863. ഓക്കെ ഓക്കെ, ഇത് ഇച്ചിരി വലിയ നമ്പറാണ്. പക്ഷേ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. കാര്യം ഇവിടെ കറക്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടൊന്നും കിട്ടുന്നില്ല. 41 ഇവിടെ കറക്റ്റ് മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്, വേറെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറഞ്ഞു വരുവാണ്. അപ്പോൾ 863 നിന്ന് 417 വരെ കുറഞ്ഞു. അപ്പം നമുക്ക് തിരിച്ച് ആഡ് ചെയ്യാം. 400 ഇവിടെ ഒരു 400 ആഡ് ചെയ്താൽ 800 ആവും. പിന്നീട് ഒരു എത്ര? 46 ആയിരിക്കും. 446 അല്ലേ? 46 17 കൂട്ടിയാലാണ് 63. ഓക്കെ, അടുത്ത ഇവിടെ 187 കൂടെ 30 കൂട്ടി 217 ആവും. വീണ്ടും ഒരു 200. അപ്പൊ 230. ഇവിടെ 82ന്റെ കൂടെ 105 കൂട്ടിയാൽ 187 ആവും. 41ന്റെ കൂടെ 41 കൂട്ടിയാൽ 29 2 31 12 കൂട്ടി 21ന്റെ കൂടെ പിന്നെ 8 കൂട്ടിയാൽ. ഓക്കെ, വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഡബിൾ ഡിഫറൻസ് എടുത്ത് നോക്കാം. അതല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. 230ന്റെ കൂടെ 216 കൂട്ടുമ്പോഴാണ് ഇങ്ങോട്ട് ഇത് വരുന്നത്. 105ന്റെ കൂടെ 125 കൂട്ടുമ്പോഴാണ് ഇങ്ങോട്ട് ഇത് വരുന്നത്. ഇവിടെ 41ന്റെ കൂടെ 64 ഇല്ലേ? 64 കൂട്ടി ഇത് വരും. ഓക്കെ, അടുത്ത 12ന്റെ കൂടെ ഈ നമ്പേഴ്സിന് എന്താ പ്രത്യേകത? ഇത് 6ന്റെ ക്യൂബ് 5ന്റെ ക്യൂബ് 4ന്റെ ക്യൂബ് എങ്കിൽ ഇവിടെ 3ന്റെ ക്യൂബായിട്ടുള്ള 27 വരണം. പക്ഷെ ഇവിടെ 27 ആണോ? അല്ല, 27. അപ്പൊ ഈ നമ്പറാണ് തെറ്റ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും? ഈ 29 ആയിരിക്കും തെറ്റ്. അതെങ്ങനെ കൺഫേം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 41ൻ്റെ നിന്ന്
നമ്മൾ 12 കുറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 12 അല്ല ഇവിടെ വരേണ്ടിയിരുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 27 വരണമെങ്കിൽ ഇവിടെ എത്ര ആയിരുന്നു വരേണ്ടിയിരുന്നത്? 12 പകരം 14 വരേണ്ടിയിരുന്നത്. 41 നിന്ന് 14 കുറച്ചേ നിങ്ങൾ. 41 നിന്ന് 10 കുറച്ചാൽ 31, 4 കൂടെ കുറച്ചാൽ 27 വരെ. ഇനി 27 നിന്ന് 27 നിന്ന് പിന്നീട് ഇവിടെ 14 ആവുമ്പം ഇവിടുത്തെ നമ്പർ മാറ്റമുണ്ട്. അതായത് ഇത് 3ന്റെ ക്യൂബായി, ഇത് 2ന്റെ ക്യൂബായിട്ടുള്ള 8 വരണം. 14 നിന്ന് 8 കുറച്ച് ഇവിടെ 6 വരേണ്ടത്. 21 നിന്ന് 6, 27 നിന്ന് 6 കുറച്ച് 21. സോ 29 റോങ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നത് കാര്യം ഡബിൾ ഡിഫറൻസും എടുത്തല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ ഇതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി 29 റോങ് എന്നും അതൊന്ന് ശരിയാക്കാൻ എടുത്ത സമയമാണ് നമുക്ക് കേട്ടോ. ഓക്കെ, അടുത്തത് 36, 18. ഇതും ചെറിയ രീതിയിലാണ്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. 36ന്റെ പാതിയല്ലേ ഇത്? ഇതിനും ഓക്കെ, നമുക്കൊന്ന് എഴുതിയോ, പാതി എഴുതി നോക്കാം. ഇൻറ്റു 3. ഇവിടെയും പാതിയാണ്. ഓക്കെ ഫൈൻ. പക്ഷെ ഇവിടെ ഇൻറ്റു 3 വരുന്നില്ല. ഇൻറ്റു 3 ആയിരുന്നു വരേണ്ടതെങ്കിൽ അതായിരിക്കും റോങ് എന്ന് നോക്കാം. ഇവിടെ 81 അല്ലയോ, 27 3. 81ന്റെ പാതിയാണ് 40.5. 40.5നെ 3 കൊണ്ട് ഗുണിക്കുന്ന കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 81 തെറ്റ്. സോറി, 80 റോങ്. അവിടെ 81 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അത് പെട്ടെന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ സിംപ്ലിഫിക്കേഷനിലോട്ട് വളർന്നിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ. അപ്പോൾ 2950 ഡിവൈഡ് ബൈ 12.5 നമുക്ക് എങ്ങനെ എഴുതാം? 25ന്റെ പാതിയാണ് 12.5. അപ്പം ഞാൻ അതിനെ ഡിവൈഡ് ബൈ 25/2 വരുന്നത് എങ്ങനെ വരും? 2 മോളിൽ പോയി 25 താഴെയാവും. ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ എഴുതുക. പ്ലസ് 160 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഒരു 25, 45. വീണ്ടും ഒരു 25. ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 45 നിന്ന് 25 പോയി കഴിഞ്ഞാൽ 20 ഉണ്ട്. 20 0 ചേർന്ന് 200. 200 8 പ്രാവശ്യം. 118 ഗുണം 2 236. 236ന്റെ കൂടെ 106 കൂടെ കൂട്ടണം. അപ്പോൾ 23ഉം 16 കൂട്ടിയാൽ 39. 396 ഉണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 3025 2690. ഇവിടെ റൂട്ട് 3025 കഴിഞ്ഞ ക്ലാസ്സിലുള്ള പറഞ്ഞ 55ന്റെ സ്ക്വയർ എത്ര? 5 5 25 എഴുതും. 5 ഗുണം 6 30. അപ്പോൾ 55ന്റെ സ്ക്വയർ ആയത്. അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്നത് 55 അപ്പുറം പോകുമ്പോൾ 2640 ആവും അല്ലേ? 40ൻ്റെ കൂടെ 55 കൂടെ കൂട്ടുമ്പോഴല്ലേ 2640. ഏതിൻ്റെ സ്ക്വയർ ആണ്? റൂട്ടിനകത്ത് എക്സ്. അപ്പം റൂട്ട് എക്സ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് 3025 2695. ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒക്കെ ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തത്? ചുമ്മാ അല്ല. 2695 ഇവിടെ ഡിവൈഡ് ബൈ 55 55 കൊണ്ട് 4 പ്രാവശ്യം ആകുമ്പോൾ 220. പിന്നെ 49 5. 495 ആകുമ്പം 400 വരണമെങ്കിൽ 9 പ്രാവശ്യം. 95 45. ഓക്കെ 9 പ്രാവശ്യം കറക്റ്റ് അടങ്ങും. 49 റൂട്ട് എക്സ് ആണ് 49. ഇനിയും പ്രശ്നമുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ 49ന്റെ സ്ക്വയർ ആണ് അപ്പോൾ വരുന്നത്. 49ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 50ന്റെ സ്ക്വയർ എത്ര ആണ്? 2500. അതിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള 1 അവസാനിക്കുന്ന നമ്പർ നോക്കിയാൽ മതി. 2401. അതായത് 50ന്റെ സ്ക്വയറിൽ നിന്ന് കുറവായിരിക്കണം 49ന്റെ സ്ക്വയർ. 50ന്റെ സ്ക്വയർ എത്ര? 2500. 5 5 25 2 0. അതിൽ നിന്ന് 9ന്റെ സ്ക്വയർ എന്തായാലും 1 അവസാനിക്കും. ഇപ്പോൾ 2401. 2601 വരത്തില്ല. ഓപ്ഷനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും നമുക്ക് കിട്ടും. 48 പ്ലസ് 8 ഗുണം 0.75. 48 പ്ലസ് 8 ഗുണം 0.75. നമ്മളിപ്പോഴും 3/4 എന്ന് എഴുതി ശീലിച്ചിട്ടുണ്ട് 75%. അത് തന്നെയാണ് ഇവിടെ 3/4 -5 ഈസ് ഈക്വൽ ടു ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ 2
2 3 സാർ 6, 6 5 ആയ 1, 48 1 49 ആണ് ആൻസർ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. 9ന്റെ ക്യൂബ് ഇൻറ്റു ഇവിടെ വേണേ 9ന്റെ സ്ക്വയർ 81, അതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 27നെ 3ന്റെ ക്യൂബ് എന്ന് ഞാൻ എഴുതാം. 3ന്റെ ക്യൂബ് അല്ലേ 3 ക്യൂബ് അത് ഹോൾ ക്യൂബ്. ഓക്കെ, ഇതിനെല്ലാം 3ന്റെ പവറിലോട്ട് ആക്കണ്ട, ഞാൻ എല്ലാം 3ന്റെ പവറിലോട്ട് ആക്കാൻ പോവാ. ഇത് 3ന്റെ സ്ക്വയർ ആണ്, അതിൻ്റെ 3ന്റെ സ്ക്വയറിന്റെ ക്യൂബ്. ഇവിടെ 9നെ തന്നെ 3ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ 3ന്റെ സ്ക്വയർ ഒരു പ്രാവശ്യം വരുന്നുണ്ട്, അതിന്റെ സ്ക്വയർ വീണ്ടും അതിന്റെ സ്ക്വയർ. നമുക്ക് എല്ലാത്തിന്റെ പവർ അടുത്ത ലാസ്റ്റ് എഴുതാം കേട്ടോ. ഇവിടെ 3 9. ഇപ്പൊ ഇവിടെ എല്ലാവരും ഗുണിക്കുമ്പോൾ 3⁻6 വരും. ഇവിടെ 3 2 2 4 4 2 3⁻8 വരും. ഇവിടെ 3⁻9 വരും. ഇപ്പൊ ഇവിടെ 8 6 14 14 9 കുറച്ച് 5 3⁻5 ആയിരിക്കും ആൻസർ. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റെപ്പിൽ തന്നെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ പെട്ടെന്ന് ഇത്രയും സ്റ്റെപ്പില്ലാതെ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ഞാനിത് ആ സെഡ്സ് ആൻഡ് ഇൻഡീസസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. താട്ടെ a⁻m ദ ഹോൾ റേസ് ചെയ്യാൻ a⁻mn ആണ്. ഇവിടെ ഇതെല്ലാം കൂടെ ഗുണിക്കും. അടുത്ത a⁻m ഇൻറ്റു a⁻n എന്താ a⁻m പ്ലസ് n ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ 14 9 കുറച്ച് എന്താ a⁻m ഡിവൈഡ് ബൈ a⁻n എന്താ a⁻m മൈനസ് n ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ റൂളും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട്. അത് മൊത്തം റൂട്ടിനകത്താ 360. മൊത്തം റൂട്ടിനകത്താണ്. 225ന്റെ ഡബിൾ എത്ര 450 പ്ലസ് 379. അപ്പൊ ആദ്യമേ ആഡ് ചെയ്യാനുള്ളവരെ ആഡ് ചെയ്യാം. 36 37 കൂട്ടിയ 36 36 72 73. അപ്പോൾ 739 450 കുറയ്ക്കണം. എങ്ങനെ 450 തിരിച്ചു കൂട്ടാം. 450 250 കൂട്ടിയ എത്ര 700 ആവും. 250 ഒരു 39 289. 289 17ന്റെ അല്ലേ, 17ന്റെ സ്ക്വയർ ആണ് 289. അപ്പൊ ഇതിന്റെ റൂട്ട് 17 വരും. ഓക്കെ, 4 1/2 - 2 5/6 = x - 1 7/12. ഇതിന് ഞാൻ ഇപ്പൊ നമ്മളങ്ങനെ സാധാരണ 24 8 1 9/2 മൈനസ് 12 17/6 ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇതിലല്ലാതെ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇങ്ങനെ ആദ്യം ചെയ്ത് നോക്കണം. ഇതാണ് കറക്റ്റ് മെത്തേഡും. ഞാനതല്ലാതെ ഓരോ ഈ മിക്സഡ് ഫ്രാക്ഷനിലെ ഈ നമ്പറുകളും പിന്നെ ഫ്രാക്ഷൻ നമ്പർ സെപ്പറേറ്റ് എടുത്തിട്ട് എങ്ങനെ ചെയ്യുന്നു കാണിക്കാം. ആദ്യം 4ന്ന് 2 കുറച്ച് 2. ഇതിങ്ങനെ ഇപ്പുറം വരുമ്പോൾ എന്താവും പ്ലസ് ആവുമല്ലോ. ആ 2ന്റെ കൂടെ ഈ 1 കൂട്ടിയേ. 4ന്ന് 2 കുറച്ച് 2 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3 വരും. ഹോൾ നമ്പറിന്റെ പാർട്ട് 3 വന്നു. ഓക്കെ, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യാം. 4ന്ന് 2 കുറച്ച് 2. എന്നിട്ട് ഇതിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ഇത് പ്ലസ് ആവും. അപ്പം 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും 3. ഓക്കെ, ഇനി ഇവരെ എല്ലാം ഞാൻ സെപ്പറേറ്റ് എഴുതുകയെന്ന് വെച്ചാൽ 1/2 ഉണ്ട്. അതിൽ നിന്ന് 5/6 കുറയ്ക്കണം. ഇത് ഇപ്പുറം വരുമ്പോഴത്തേക്കും 7/2 ഉള്ളൂ. അതായത് ഫ്രാക്ഷണൽ പാർട്ടെല്ലാം സെപ്പറേറ്റ് എഴുതുക. ഇതിന്റെ എല്ലാ LCM ഞാൻ 12 ആക്കുക. 12 ആക്കണമെങ്കിൽ ഇവിടെ 6 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ ഇവിടെ 6 വരും മൈനസ് ഇവിടെ 2 ഉണ്ട്. ഇവിടെ 10 വരും. ഇവിടെ ഒന്നും ചെയ്യണ്ടല്ലോ 7. ഇപ്പൊ 7 6 13ന്ന് 10 പോയി കഴിഞ്ഞാൽ 3. അപ്പൊ 3/12 3/12 ഒന്നുകൂടെ സിംപ്ലിഫൈ 1/4. ഇത്രയുള്ള ആൻസർ 3 1/4 ആയിരിക്കും. നിങ്ങൾക്ക് അത് ഓരോന്ന് ചെയ്താലും അത് തന്നെയാണ് കിട്ടുന്നത്. ആൻസർ വേറെ മാറത്തൊന്നുമില്ല. ശരിയാണെങ്കിൽ എങ്ങനെ ചെയ്താലും ശരിയാണ് ഒരൊറ്റ ആൻസറേ കിട്ടത്തുള്ളൂ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വേറെയൊക്കെ കിട്ടുക, കുഴപ്പമില്ല. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാ ഈ ഹോൾ നമ്പർ പാർട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതും സെഡ്സ് ആൻഡ് ഇൻഡീസസ് ആണ്. അപ്പോൾ 3⁵5 × 2�6 ആണ്. 3⁵5 നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം ഇത് 2�6 3⁵5 എത്ര വരും? 3 9 27 81 81 243. 2⁵6 എത്ര? 2 4 2 4 8 16 32 64. ഇത് വലിയ നമ്പറാണല്ലോ. 3 9
2781. ഒരു കാര്യം ചെയ്താലോ, നമുക്കിവിടെ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയേ ഞാൻ 3 9 27 81 അല്ലേ ഇത്, ഞാൻ ഇതിനെ 81 എഴുതുക. എന്താ കാര്യം വെച്ചാൽ 81 ഇതുകൂടെ ക്യാൻസൽ ചെയ്താൽ 2 പ്രാവശ്യം 200 വരും. ഇവിടെ ഡയറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. കാര്യം 81 എല്ലാത്തിലും നിന്ന് ക്യാൻസൽ ചെയ്യാം. ഓക്കെ ഫൈൻ. 81 ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, 81 ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി 64 ഗുണം 3 എത്രയാണ്? 180, 192 ഉണ്ട്. ബാക്കി 2x = 200. 200 192 പറ 8. 2ൻ്റെ ഏത് പവറാണ് 8? 2ൻ്റെ തേർഡ് പവർ. ഓക്കെ, ആൻസർ കിട്ടി. 2/3 ആണ്. ഓക്കെ, എല്ലാത്തിൽ നിന്ന് 81 ക്യാൻസൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ 240 67 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. ഗുണിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ എക്സാം കഴിയുന്നവരോടെ. 37/1/2. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, ഞാൻ പെർസെൻറ്റേജുകളെല്ലാം കാണാൻ പഠിച്ചിരിക്കണം. 37/1/2% എത്ര? 12.5%. 1/8 ആണ്. 37/1/2, അതായത് 37/1/2 എന്ന് പറയുമ്പോഴത്തേക്കും 3/8 വരും. അപ്പോൾ 3/8 ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3/8 അത് നമുക്ക് എഴുതാം. ഡയറക്റ്റ് ക്യാൻസൽ ആവത്തില്ലെന്ന് തോന്നുന്നു. ഇത് 1/7 ആണ്. 14 whole 2/7. 8 56 ക്യാൻസൽ ആവുന്നതാണ്. 856 40 8 5 40 75 ഗുണം 3 എത്ര? 75 ഗുണം 3 7 ഗുണം 70 ഗുണം 3 210. 210ൻ്റെ കൂടെ 15 225 പ്ലസ് 30 255 ഉണ്ടോ? ഓക്കെ, അത്രയേ ഉള്ളൂ. 30 ആഡ് ചെയ്ത് ആൻസർ കിട്ടി. അടുത്ത 62% ഓഫ് ദിസ് നമ്പർ. ഓക്കെ, ഇതിപ്പോൾ ക്യാൻസൽ ആയി പോകുന്നത്. നമുക്ക് വേണം ആ സ്റ്റെപ്പ് അതേ കണക്ക് 62% 62/100 എന്ന് എഴുതി. ഇൻറ്റു ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1600 ബൈ 31 പ്ലസ് 36%ൻ്റെ കൂടെ 2 പൂജ്യങ്ങൾ പോകുന്നു. ഞാനിപ്പോൾ എല്ലാ സ്റ്റെപ്പിലും എഴുതിയത് കൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് എഴുതുകയാണ്. ഇവിടെ 4x - 92. ഇപ്പോൾ 2 0 2 0 പോയി. ഇത് 2 പ്രാവശ്യം കട്ടാവും, വേറൊന്നുമില്ല. ഇവിടെ 2 0 2 0 പോയി. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 16 ഗുണം 2 32 പ്ലസ് 36 ഗുണം 13 ഇല്ലേ അത്? 36%. ഓക്കെ, 36 13 കൂടെ ഗുണിക്കണം. 36 10 കൊണ്ട് ഗുണിച്ചാൽ 360 പ്ലസ് 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ 90 3 18 108 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പോട്ടെ, ഈ 92ന് ഇപ്പുറം കൊണ്ടുവരാം. പ്ലസ് 92 = 4x. 92 ഇവിടെ കൂട്ടുന്ന എളുപ്പം. 200 ആയി. 200 360 592 592 വരണം 4x. അങ്ങനെയാണ് x എത്ര വരും? 1 4 4 19 4 16 32 8 148 ഉണ്ടോ? ഓക്കെ, 148 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത 32% ഓഫ് 125 പ്ലസ് 48%. ഓക്കെ, 32% പ്രത്യേകിച്ച് ഞാൻ എഴുതുന്നില്ല. ഞാൻ 32/100 എന്ന് എഴുതുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണല്ലോ, അപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഞാൻ 48/100 എന്നങ്ങ് എഴുതുക. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പരാണ്. ഇവിടെ 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 4, ഇവിടെ 5, ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 8, ഇവിടെ 8 5 40 ഒരു 0 വെച്ച് 5 വെച്ച് 2 5 വെച്ച് 3 2 വെച്ച് ഇവിടെ 24. അപ്പോൾ ഇവിടെ 8 5 40 ഉണ്ട്. പ്ലസ് 24 ഗുണം 3 മുമ്പേ ഇവിടെ ചെയ്ത് 72. 7 4 11 112 ഉണ്ടോ? 112 ആയിരിക്കും ആൻസർ. ഓക്കെ, പെട്ടെന്ന് കിട്ടി. അടുത്തത് ഓക്കെ 18 ഓക്കെ. ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെയാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും. ഞാൻ പറഞ്ഞ ഈ ഡിജിറ്റ്സ്, ലാസ്റ്റത്തെ ഡിജിറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് വെച്ച് ഇത് ചെയ്യാം. നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ആവാം. എൻ്റെ കൂടെ ചെയ്തോ. അതായത് 7 ൽ 9 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ 17 എന്നാക്ക്. 17 ആകുമ്പോൾ ഇവിടെ 4 ഉള്ളതെന്ന് ഓർക്കണേ പിന്നീട്. അപ്പോൾ 17 ൽ 9 പറ 8, 8 ൽ 1 പറ 7, 7 ൽ 0 കുറച്ചാൽ 7 തന്നെ. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 7 നോക്കി കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടോ? ഓക്കെ, നമ്മളെ കുഴപ്പിക്കാനാണ്, അല്ലെ നമുക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയത്. ഇവിടെ 4 ആണ്. 4 ഉള്ളു. അപ്പോൾ 4 നിന്ന് ഇവിടെ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 14 അങ്ങ് എടുത്തു പോയി. 14 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 10, 10 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 9, 9 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6. എന്നിട്ട് 6 വന്നു. ഇനിയും അടുത്തത് ചെയ്ത് നോക്കുന്നത്.
അപ്പോൾ ഇവിടെ എത്ര ആയിരുന്നു? നമ്മൾ 1 എടുത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്. വേണം 15 ഉണ്ട്. 15 5 പോയി കഴിഞ്ഞാൽ 10. 10 1 പോയി കഴിഞ്ഞാൽ 9. 9 6 പോയി കഴിഞ്ഞാൽ 3. 3. ഓക്കെ, ആൻസർ കിട്ടി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ചിലപ്പോൾ ഇവിടെയും 4 വന്നിട്ട് നമ്മളെ മിക്കവാറും തെറ്റിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരും. അങ്ങനെയാണ് ഫുള്ള് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ 1 എടുത്തായിരുന്നു. അപ്പോൾ 17. 17 7 പോയി കഴിഞ്ഞാൽ 17 7 പോയി കഴിഞ്ഞാൽ 10. 10 4 പോയി കഴിഞ്ഞാൽ 6. 6 1 പോയി കഴിഞ്ഞാൽ 5. അതുകൊണ്ട് ഞാൻ ചെയ്ത ആൻസർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ ഇത് എക്സാം ഹാളിൽ ചെന്നിട്ട് ഇതും ഒക്കെ എടുത്ത് കൂട്ടി ഇതും കൂട്ടി ഇത് മൊത്തം കുഴപ്പിച്ച് വെക്കും. ഓക്കെ ഓക്കെ ഇതെന്താണ് അടുത്ത? 400 ക്വസ്റ്റ്യൻസ് ഇൻ എ ടെസ്റ്റ്. ഓക്കെ കേസ്ലെറ്റ് ആണ്. കേസ്ലെറ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക്. ഓക്കെ, ഇതല്ലേ നല്ലത് നിങ്ങൾക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, കറക്റ്റ് കിട്ടുമോ എന്തോ. ഓക്കെ ആണല്ലോ. അടുത്ത 29 ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. 30 ഐശ്വര്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻസർ ചെയ്തിട്ട് പറയണേ. അടുത്ത അടുത്ത DI ആണല്ലോ. ഇതെന്താണ്? ദ ടേബിൾ ഗിവൻ ബിലോ ഷോ ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ സോൾഡ് ബൈ 4 ഷോ PQRS മാർച്ച് ഏപ്രിലുള്ള മൊബൈൽ ഫോൺ. ഡയറക്റ്റ് ഡേറ്റയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നോക്കാം എന്തായാലും. ടോട്ടൽ മൊബൈൽ ഫോൺ സോൾഡ് ബൈ ഷോപ്പ് P ആൻഡ് ഷോപ്പ് R ഇൻ ബോത്ത് മന്ത്സ് ടുഗദർ. ഓക്കെ ടോട്ടൽ മൊബൈൽ സോൾഡ് ബൈ ഷോപ്പ് P ആൻഡ് ഷോപ്പ് R ബോത്ത് മന്ത്സ് ടുഗദർ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് വേണം. 18 21 39 48 58 6 64 10 74 കഴിഞ്ഞിട്ട് 5 വേറൊന്നുമില്ല. ഇവിടെ 24 26 50 67 67 4 71 10 81. അപ്പോൾ 45 55 10 65 ഉണ്ടോ? 65 ഇല്ല, ഇപ്പം തെറ്റി. ഒന്നുകൂടെ നോക്കാം. 18 21 39 39 9 48 10 58 58 64 10 74 745 കറക്റ്റാണ്. 24 26 50 67 4 71 10 81 810. പറയും 55 10 65 അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ദ ടോട്ടൽ മൊബൈൽസ് ഓൺലൈൻ P ആൻഡ് ഷോപ്പ് R? ഞാൻ എന്ത് ചെയ്തേ? ഇതിൻ്റെ ടോട്ടൽ സമ്മതം. അടിപൊളി. എന്താ ചോദിച്ചിരിക്കുന്നത്? P ആൻഡ് R. ഇത് 24 തൊട്ട് 32 40 420 19 17 36 365 420 365 420 ആകുമ്പോൾ 20 35 55. ഓക്കെ, സോറി ഞാൻ ഇവിടുത്തെ ആവശ്യമില്ലാത്തതാണ്. 32. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് മൊബൈൽ ഫോൺ സോൾഡ് ബൈ ഷോപ്പ് S ഇൻ മാർച്ച് ആൻഡ് ഏപ്രിൽ? ഷോപ്പ് S ഇൻ മാർച്ച് ആൻഡ് ഷോപ്പ് S ഇൻ മാർച്ച് S ഏപ്രിൽ 160 150 പാതി എത്ര? 150 ആവറേജ്. അങ്ങനെയാണെങ്കിൽ 32 33 34 35 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോൾ 3 4 5 4ാമത്തെ മോക്ക് ടെസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മുടെ SBI PO ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടും നിങ്ങളാരും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ടെസ്റ്റുകൾ വേണ്ടതെന്നും ഒക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ ചെയ്തോളാം. എന്തായാലും ക്വസ്റ്റ്യൻസ് എന്തായാലും ടെസ്റ്റുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ ദെൻ ബൈ.